സ്കൂളിലേക്കുള്ള സാധനം വാങ്ങാൻ വന്നതാ. നല്ല ഫുഡിന്റെ മണടിച്ച് കയറിയ ഫുഡ് കണ്ടാ പിന്നെന്ത് സാധനം. ചൂടോടെ പാത്തുവിന്റെ കരിച്ചിയും പൊരിച്ചുണ്ട്. ചൂടോടെ നമ്മൾ ടേസ്റ്റ് കൂടുന്നു വിചാരിച്ച് കഴിച്ചതാ. ആ പൊള്ളിയത് പുറത്തു വരാണ്ടിരിക്കാനുള്ള കഷ്ടപ്പാട്. വായ നിറച്ച് ഉണ്ടായിട്ടും വീണ്ടും കടിക്കാൻ കാണിച്ച ആ ഒരു ആർത്തി ഉണ്ടല്ലോ. കായ നിറച്ച് കടല് കടന്ന് വന്നപ്പോ ആള് കുറച്ച് പരിഷ്കാരിയായിട്ടുണ്ട്. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമല്ലേ ഈ നിൽക്കുന്നത്. ഓ ഇവന്റെ കാര്യത്തിൽ ഒരു സമാധാനമായി. മൂപ്പർ എവിടെയെങ്കിലും എത്തിക്കോളും. പണ്ട് സ്കൂള് വിട്ട് കഴിഞ്ഞ് കോയിൻസ് കൈ പിടിച്ച് ഇങ്ങനെ ഒരു കാത്തുവെപ്പുണ്ട്. ഇത്രയും ഡെക്കറേഷൻ ഉണ്ടായിട്ടില്ലെങ്കിലും അതിന് ഭയങ്കര ടേസ്റ്റാ. വയറ്റ് കിടക്കുന്ന ചായയുടെയും കടികളുടെയും സ്മരണ ഉള്ളതുകൊണ്ട് ഒറ്റ സിപ്പിൽ നിർത്തണം എന്നാ വിചാരിച്ചത്. എന്റെ നാവും മനസ്സും അതിന് സമ്മതിച്ചില്ല. ഒരു നിമിഷം നാട്ടിലെത്തിപ്പോയി. ഇങ്ങനെ അടിയിന്ന് തോണ്ടിയെടുത്തല്ല നല്ലോണം ഉപ്പ് പിടിച്ച് കിട്ടും. ഇതൊന്നും ജന്മനാ കിട്ടിയ സ്കില്ലല്ല, ചങ്ങായിമാരുടെ കിട്ടിയതാ. ആദ്യമായിട്ട് ഒറ്റക്ക് നിന്ന് ഇത്രയും ഉപ്പിലിട്ട് നിന്ന് ഒറ്റക്കായോണ്ട് ഇങ്ങനെ കിട്ടുന്ന എല്ലാ ആദ്യത്തെ കടിയെ നമുക്ക് കിട്ടും. ചായയും സർബത്തും ഉപ്പിലിട്ടതും എല്ലാം കൂടിയിട്ട് വയറ്റിലൊരു യുദ്ധത്തിനുള്ള സ്കോപ്പ് കാണുന്നുണ്ട്. ഇത്രയൊക്കെ തിന്നിട്ട് 2 ദിവസം ഭക്ഷണം കിട്ടാത്ത പോലെയാ വാരിയിൽ ചെല്ലെടുക്കുന്നത്. ഖത്തറിൽ എവിടെയും കിട്ടാത്തൊരു ഐറ്റം തേങ്ങാപ്പാൽ പുരട്ടിയ ടയർ പത്തിരിയും സ്റ്റൂ. ഇതൊരു ഉമ്മാന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. ആ ഉണ്ടാക്കിയ കൈക്ക് ഒരു വളയോ വാച്ചോ വാങ്ങി ഇട്ട് കൊടുക്കാൻ തോന്നിപ്പോ. മോമോസ് പാനിപൂരി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മോമോസ് തിന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് കഴിക്കാനുള്ള ആരോഗ്യം എന്റെ ശരീരത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അഭിനേതാക്കളെ ഇറക്കി. കാണുമ്പോൾ കൊതി വരുന്നുണ്ടെങ്കിലും 1 ഇഞ്ച് സ്ഥലമില്ലാത്തതുകൊണ്ട് കണ്ടു നിൽക്കലേ വഴിയുള്ളൂ. തടി പേടിയുള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നില്ല. ഭാഷ തിരിച്ചറിയില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഡയലോഗ് ഒട്ടും കുറക്കുന്നില്ല. നാട്ടിലെ പാട്ടുകളും നാടൻ വൈബുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ വേറൊരു സുഖമുണ്ട്. ഈ തട്ടുകട ഉള്ളത് റവാബി ഹൈപ്പർ മാർക്കറ്റിൽ ഇസ്ഗവ ബ്രാഞ്ച്. ഇത്തരം വീഡിയോസിനായി പ്ലീസ് ഫോളോ ആൻഡ് ഷെയർ ഒമോ സ്റ്റോറീസ്.